പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ യേശുവിൻ്റെ ദിവ്യമായ സന്നിധിയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമായിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇന്നുവരെ നടന്നു വന്നിരുന്ന ജീവിത രീതികളെ ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ട നാം ഓരോരുത്തർക്കും ഒന്ന് വിചിന്തനം ചെയ്യാം. കർത്താവ് ഈ പ്രഭാതത്തിൽ നിങ്ങളെ വിളിക്കുന്നു. വരുവിൻ, ദൈവകൃപയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടതായ സമയമായിരിക്കുന്നു. കർത്താവ് ഇന്ന് നിങ്ങളോട് അരുളി ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതയാത്ര പരിശോധിച്ച് നോക്കുക. ദൈവം ആഗ്രഹിക്കുന്ന വഴിയാണോ നിങ്ങൾ യാത്ര ചെയ്യുന്നത്? കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ സ്വരം ശ്രവിക്കുക. ദൈവസ്വരം ശ്രവിച്ച് ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നാം ഇപ്പോൾ കഴിഞ്ഞു പോകുന്ന ജീവിത രീതികൾ, നാം ഇപ്പോൾ കേൾക്കുന്ന ശബ്ദങ്ങൾ, നാം ശ്രവിക്കുന്ന സ്വരം, ഇത് ആരുടേതാണ്? നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതായ സ്വരം ഈ പ്രഭാതത്തിൽ ശ്രവിക്കുന്നതിന് വേണ്ടി ദൈവമെന്ന് ആഗ്രഹിക്കുന്നു. മകനെ, മകളെ, നീ ഇടുങ്ങിയ വഴിയിൽ കൂടി യാത്ര ചെയ്യുക. വിശാലമായ വഴി നിന്നെ ജീവിതത്തിൽ അപകടത്തിലാക്കും. നാം ഇപ്പോൾ പ്രയാസപ്പെടുന്ന പ്രശ്നങ്ങൾ, നാം ഇപ്പോൾ കടന്നു പോകുന്ന തകർച്ചയുടെ അനുഭവങ്ങൾ, ഇവയെല്ലാം ദൈവത്തിലേക്കുള്ള നിന്റെ തിരിച്ചുവരവിനു വേണ്ടി ദൈവം നിന്നെ വിളിക്കുന്നതാണ്. ഈ തകർച്ചകളിൽ നിന്ന് പുറത്തു ചാടാനുള്ള ആഗ്രഹം കൊണ്ട് നാം പല ശബ്ദങ്ങളും, ദൈവശബ്ദമല്ലാതെ മറ്റു പല ശബ്ദങ്ങളും കേട്ട് അതിൻ്റെ പിന്നാലെ ഓടരുത്. ദൈവം അരുളി ചെയ്യുന്നു, നീ അനുതപിക്കുക. നീ അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. നിന്റെ ഭാവിയെക്കുറിച്ച് ഒരു വലിയ പദ്ധതിയുള്ള വലിയ ക്രമീകരണങ്ങൾ കർത്താവ് തന്നെ നടത്തിയിട്ടുണ്ട്. നിനക്ക് ജീവിതത്തിൽ, ദൈനംദിനം ജീവിതത്തിൽ ഉയർച്ച നൽകാൻ കർത്താവ് തന്നെ നിന്റെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. എന്നാൽ നിന്റെ പ്രശ്നങ്ങൾ, നിന്റെ തകർച്ചകൾ ഒരു പക്ഷേ ദൈവശബ്ദം ശ്രവിക്കാഞ്ഞിട്ടാണോ? നീ ഇപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ശബ്ദം, നിന്റെ ജീവിതം മുന്നോട്ട് നയിക്കുന്ന ശബ്ദം, അതേതാണ്? അത് നീ തിരിച്ചറിയുക. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ, എൻ്റെ ഇത്രയും വർഷത്തെ ജീവിതം നിന്റെ സ്വരം ശ്രവിച്ചാണോ ഞാൻ ജീവിച്ചത്? അതോ നിന്റെ സ്വരം എന്ന് കരുതി തിന്മയുടെ സ്വരമാണോ ഞാൻ ശ്രവിച്ചത്? എൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ കർത്താവേ, ഈ സമയം എനിക്കത് വെളിപ്പെടുത്തി തരണമേ. എൻ്റെ ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ, എൻ്റെ ജീവിതം ക്രമീകരിക്കപ്പെടാൻ കർത്താവേ, ഇന്ന് നീ എന്നെ സഹായിക്കണമേ. ഞാൻ കടന്നു വന്ന വഴികൾ അത് ദൈവത്തിന് പ്രീതികരമല്ലാത്ത വഴികളാണ് എങ്കിൽ ഇന്ന് തന്നെ അത് തിരിച്ചു നടക്കുവാൻ, ദൈവത്തിൻ്റെ പ്രീതികരമായ വഴിയിലൂടെ മാത്രം നടക്കുവാൻ, അതിന് എത്ര കഷ്ടപ്പാടുകൾ വന്നാലും എൻ്റെ ജീവിതത്തിൽ ആവശ്യമായ തിരുത്തലുകൾ നടത്താൻ ഈ പ്രഭാതത്തിൽ കർത്താവേ എനിക്ക് ശക്തി തരണമേ. വലിയ നഷ്ടങ്ങൾ ഇല്ലാതെ, വലിയ തകർച്ചയിൽ കൂടി തന്നെ അല്ലാതെ ദൈവമേ, നിനക്കെല്ലാം സാധ്യമാണ്. എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കണമേ, എൻ്റെ ജീവിതത്തെ ഉയർത്തണമേ. കർത്താവേ, ലോകത്തിൻ്റെ സ്വരം ശ്രവിക്കാതെ ദൈവസ്വരം ശ്രവിച്ച് ഇനിമേൽ ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ ദൈവമേ, നീ എന്നെ കയ്യിൽ താങ്ങി നടത്തിക്കൊള്ളും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് എൻ്റെ ജീവിതത്തെ ഒന്ന് പുനഃപരിശോധിച്ച് ഞാൻ കടന്നു വന്ന വഴികൾ, കണ്ടുമുട്ടിയ വ്യക്തികൾ, ഇപ്പോഴത്തെ ഞാനായിരിക്കുന്ന അവസ്ഥ തിരിച്ചറിയുവാൻ ദൈവമേ ഈ പ്രഭാതത്തിൽ എന്നെ നീ സഹായിക്കണമേ. നീ എന്നെ ഉപദേശിച്ച വാക്കുകൾ
കർത്താവേ, നിസ്സാരരെന്ന് കരുതി ഞാൻ തള്ളിക്കളഞ്ഞ വ്യക്തികൾ, ഇവയെല്ലാം നിന്നിൽ നിന്നായിരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ശക്തി എനിക്ക് നൽകണമേ. കർത്താവേ, ഈ പ്രഭാതത്തിൽ നിന്നിൽ പൂർണ്ണമായും ഞാൻ ആശ്രയിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ വഴി ശരിയാണോ തെറ്റാണോ ഇന്ന് തന്നെ നീ എനിക്ക് വെളിപ്പെടുത്തി തരണം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഇന്ന് എൻ്റെ ജീവിതത്തെക്കുറിച്ചൊന്ന് പുനർവിചിന്തനം ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. ഈ നൊയമ്പ് കാലത്തിൽ എന്നെ തന്നെ ഞാൻ ആത്മശോധന ചെയ്യുന്നു. എനിക്ക് സാധിക്കാത്തതായ കാര്യങ്ങൾ കർത്താവേ, നിനക്കെല്ലാം സാധ്യമാണല്ലോ. എൻ്റെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തി ജീവിക്കുവാൻ എത്ര തകർച്ചയിലൂടെയാണെങ്കിലും കഷ്ടപ്പാടുകളിലൂടെയാണെങ്കിലും എൻ്റെ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുവാൻ ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇന്ന് നീ എന്നെ സഹായിക്കണമേ. ഇന്ന് ഞാൻ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ, ഞാൻ പങ്കെടുക്കുന്ന പരിശുദ്ധ കുർബാനയിൽ ദൈവമേ, നീ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. നിൻ്റെ ഇഷ്ടം എനിക്ക് വെളിപ്പെടുത്തി തരണമേ. എൻ്റെ ജീവിതത്തിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തി മുന്നോട്ടുള്ള വിജയത്തിൻ്റെ പാതയിലൂടെ, നീതിയുടെയും സത്യത്തിൻ്റെയും പാതയിലൂടെ നയിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നെന്നെ സഹായിക്കണമേ ദൈവമേ. എൻ്റെ കുടുംബത്തെ സഹായിക്കണമേ. എൻ്റെ കുടുംബാംഗങ്ങളെ രക്ഷിക്കണമേ. എല്ലാ തെറ്റായ ലോകത്തിൻ്റെ ശബ്ദത്തിൽ നിന്നും എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെ നീ രക്ഷിക്കണമേ. ഇന്ന് നിൻ്റെ സ്വരം ശ്രവിച്ച് നിൻ്റെ പാതയിലൂടെ നയിക്കപ്പെടാൻ പരിശുദ്ധാത്മാവായ ദൈവമേ, ഇന്നെന്നെ സഹായിക്കണമേ. സഹായകനായ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ നീ എനിക്ക് ശക്തി നൽകണമേ. എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വരുത്തുവാൻ, ജീവിതം ഉയർച്ചയിലേക്കും അനുഗ്രഹത്തിലേക്കും എന്നേക്കുമായി നയിക്കപ്പെടുവാൻ, ഈ കഷ്ടപ്പാടുകളെല്ലാം ഇത് നിസ്സാരമാണ്, ഈ ലോകത്തിൻ്റെതായ അവസ്ഥയാണ് എന്ന് കരുതി നിത്യമായ അനുഗ്രഹം നേടുന്നതിനു വേണ്ടിയുള്ള നിത്യമായ സൗഭാഗ്യം, നിത്യമായ വിജയവും മഹത്വവും നേടുന്നതിനു വേണ്ടി ദൈവമേ, ഇന്നു മുതൽ എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ നീ സഹായിക്കണമേ. നിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞ് അതിലൂടെ മാത്രം നടക്കുവാൻ എന്നെ നീ സഹായിക്കണമേ. കർത്താവേ, ഞാൻ ഇന്നുവരെ ശ്രവിച്ച സ്വരം ഇത് ദൈവത്തിൻ്റെതല്ല എന്ന് തിരിച്ചറിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ആ ലോകത്തിൻ്റെ സ്വരത്തെ മാറ്റി നിർത്താനുള്ള ശക്തിയും ആന്തരിക ബലവും എനിക്ക് നൽകണമേ. ഇന്ന് ഈ പ്രഭാതത്തിൽ നിൻ്റെ കൃപയാൽ എന്നെ നിറയ്ക്കണമേ. ദൈവമേ, ഈ പ്രിയ സഹോദരീ സഹോദരങ്ങൾ നിൻ്റെ സന്നിധിയിൽ നിന്നിപ്പോൾ തന്നെ കൃപ സ്വീകരിക്കട്ടെ. ജീവിതത്തെ ഉയർത്തുന്നതിന്, ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വരുത്തുന്നതിന് ദൈവസ്വരം സ്വീകരിച്ച്, ദൈവമാർഗം സ്വീകരിച്ച് ഏത് പ്രതിസന്ധിയെയും വെല്ലുവിളികളെയും അതിജീവിച്ച് ജീവിതത്തിൽ വിജയശ്രീലാളിതനായി ജീവിക്കുവാൻ, ഉന്നതമായ ലക്ഷ്യങ്ങളോടെ ജീവിക്കുവാൻ ഇന്നെന്നെ സഹായിക്കണമേ. എൻ്റെ ജീവിതത്തെ നീ അനുഗ്രഹിക്കണമേ. ദൈവസന്നിധിയിലായിരിക്കുന്ന നാം ഓരോരുത്തരും ഹൃദയം തുറക്കുക. ഈ പ്രഭാതത്തിൽ അവിടുന്ന് നിന്നെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. നിന്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും കുറവുകളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മാറ്റാൻ ദൈവം ഇന്ന് ആഗ്രഹിക്കുന്നു. അതിനാൽ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാനുള്ള കൃപയ്ക്കു വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ദൈവം നിന്നെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷമാണ്. കർത്താവായ ദൈവം നിന്റെ ഹൃദയത്തെ മനസ്സിലാക്കി നിന്റെ ആവശ്യങ്ങളെ തിരിച്ചറിഞ്ഞ് നിന്നെ സഹായിക്കാനായി കാത്തിരിക്കുന്ന കർത്താവാണ്. അവിടുത്തെ സന്നിധിയിൽ നിന്റെ ഹൃദയം തുറക്കുക. നിനക്കാവശ്യമായ കൃപാവരങ്ങൾ ചോദിക്കുക. നിന്റെ പ്രശ്നങ്ങളെ അവിടുത്തെ സന്നിധിയിൽ തുറന്നു വെച്ച് നിന്റെ എല്ലാ ആഗ്രഹത്തെയും ദൈവമേ ഇതാ എന്ന് പറഞ്ഞ് സമർപ്പിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലതുകരം നിന്നെ ഇപ്പോൾ സ്പർശിക്കുന്നു. അവിടുത്തെ ശബ്ദം നിന്റെ ഹൃദയത്തിൽ അവിടുന്ന് രേഖപ്പെടുത്തുന്നു. മകനെ, മകളെ, ഇന്നു മുതൽ
ലോകത്തിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ ശബ്ദത്തെ നീ സ്വീകരിക്കേണ്ടതിന് ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കു വേണ്ടി നീ പ്രാർത്ഥിക്കുക. ഈ പ്രഭാതത്തിൽ ദൈവം നിന്നെ സ്വീകരിച്ച് ആനയിച്ച് അവിടുത്തെ സന്നിധിയിൽ ആയിരിക്കുവാൻ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ പ്രാർത്ഥനയിലൂടെ നിന്നെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവകൃപയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുക. നീ ആഗ്രഹിക്കുന്ന ഉയർച്ച, നിന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഉയർച്ച എത്രയോ വലുതാണ്. നിന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി എത്രയോ വലുതാണ്. മനുഷ്യ മനസ്സിന് ഗ്രഹിക്കാവുന്നതിലും അപ്പുറമാണ്. അതിനാൽ മകനെ, മകളെ, ലോകത്തിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞ് അതിനെ മാറ്റി നിർത്തുവാനുള്ള ശക്തിക്കും കൃപയ്ക്കും ആത്മബലത്തിനും വേണ്ടി ദൈവസന്നിധിയിൽ നിന്ന് നീ കൃപ സ്വീകരിക്കൂ. പിതാവായ ദൈവമേ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഈ പ്രാർത്ഥനയിലൂടെ ഞാൻ നിൻ്റെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹൃദയങ്ങളെ പരിശോധിച്ചറിയാവുന്ന ദൈവമേ, ഞങ്ങളുടെ ബലഹീനതകളെ മനസ്സിലാക്കി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിന്റെ അനുഗ്രഹങ്ങളുടെ കലവറ നിനക്ക് നേരെ തുറന്ന് അവിടുത്തെ ശബ്ദത്തിലൂടെ, അവിടുത്തെ ശബ്ദം തിരിച്ചറിഞ്ഞ് ആ പാതയിലൂടെ നടക്കുവാൻ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ഇന്നത്തെ എല്ലാ കാര്യങ്ങളിലും ദൈവം ഇടപെട്ട് നിന്നെ സഹായിക്കട്ടെ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ ഹൃദയത്തിൽ ആവശ്യമായ സൗഖ്യം, നിന്റെ ജീവിതത്തിൽ ആവശ്യമായ അനുഗ്രഹങ്ങൾ, ആവശ്യമായ സംരക്ഷണം കർത്താവ് നൽകി ഇന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. സമാധാനവും സന്തോഷവും നൽകി ഇന്നത്തെ ദിവസം ഏറ്റവും മനോഹരമായി, ഏറ്റവും നല്ലതാക്കി മാറ്റട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.